ഹലോ എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1-ലെ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ 10 MCQs ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്കൂൾ ലേണിംഗ് ആർ ടേംഡ് ആസ് സോഷ്യൽ കോമ്പറ്റൻസ്? സ്കൂൾ ലേണിംഗിൽ താഴെ പറയുന്ന ഫാക്ടേഴ്സിൽ സോഷ്യൽ കോമ്പറ്റൻസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എ മോട്ടിവേഷൻ, ബി ഇൻ്റലിജൻസ്, സി സോഷ്യൽ സ്കിൽസ്, ഡി ഫാമിലി സപ്പോർട്ട്, ഇ സ്പെസിഫിക് എബിലിറ്റി ഓഫ് ലേണേഴ്സ്. ഇതിൽ നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ. ഇത് തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ACD, ABC, BCD, CDE മോർ ദാൻ വൺ സെലക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ സെലക്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഫാക്ടേഴ്സ് ആദ്യം നോക്കുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ആദ്യം ഫൈൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ സോഷ്യൽ കോമ്പറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ കോമ്പറ്റൻസ് ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ വിത്ത് സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ വരുന്ന ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൽ നമുക്ക് നോക്കാം. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും സൊസൈറ്റിയിൽ വരും. അപ്പോൾ സി ഓപ്ഷൻ എന്തായാലും നമ്മുടെ ആൻസറിൽ ഷുവറായിട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സി വരുന്നുണ്ട്, സെക്കൻഡിലും സി, തേർഡിലും സി, ഫോർത്തിലും. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സി ഓപ്ഷൻ എല്ലാ ഓപ്ഷൻസിലും വരുന്ന കേസിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത് നോക്കാം ഡി എന്ന് പറഞ്ഞാൽ ഫാമിലി സപ്പോർട്ടും സോഷ്യൽ ഇൻട്രാക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ സിയും ഡിയും എന്തായാലും ആൻസറിൽ വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് സിയും ഡി വരുന്നുണ്ട്. സിയും ഡി വരാത്ത നോക്കാം, ഡി സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നില്ല, അതുകൊണ്ട് നമ്മളിത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഡി വരുന്നത് തേർഡിൽ വരുന്നുണ്ട്, ഫോറിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡി ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നോക്കാം പിന്നെ ബി നോക്കാം. ബി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കോമ്പറ്റൻസിൽ വരുന്നതല്ല, അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കോമ്പറ്റൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സെക്കൻഡിൽ നിന്ന് പോകുന്നു. തേർഡ് ഓപ്ഷൻ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ റിമൈനിങ് നിൽക്കുന്നത് 1ഉം 4ഉം ആണ്. 1ഉം 4ലും നമുക്കിപ്പോൾ സിയും ഡി എന്തായാലും നമ്മുടെ സോഷ്യൽ സ്കിൽസും ഫാമിലി സപ്പോർട്ട് എന്തായാലും ആൻസറിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എയും ഇയും ആണ്. എയും ഇയും വെച്ചിട്ടാണ് നമുക്ക് ടൈ ബ്രേക്ക് ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് മോട്ടിവേഷനും ഇ എന്ന് പറയുന്നത് സ്പെസിഫിക് എബിലിറ്റി ഓഫ് ലേൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ വരുന്നതാണ്. ഓക്കെ, അത് സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് അല്ല, ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനും സോഷ്യൽ കോമ്പറ്റൻസിൽ വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ACD ആണ്. ഫോർത്ത് ഓപ്ഷൻ ഡിലീറ്റ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ACD ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ സ്പെക്ട്രം ഓഫ് ടീച്ചിങ് മെത്തേഡ് ഗിവൻ ബിലോ വിച്ച് ആർ കൺസിഡർഡ് ഡയലോജിക്? തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏതൊക്കെയാണ് ഡയലോജിക് ടീച്ചിങ്ങിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലും നമുക്ക് ഓപ്ഷൻ സെലക്ഷനിൽ വരുമ്പോൾ CD, AB, BC, DE ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സെലക്ഷനാണ് വരുന്നത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത എലിമിനേഷൻ മെത്തേഡ് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയലോജിക് ടീച്ചിങ് ആണ്. ഡയലോജിക് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അത് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ആണ് ഡയലോജിക് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റ് ഏതാണ് ഡയലോജിക് എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നമ്മൾ ഓരോ ലിസ്റ്റത്തെയും നമ്മൾ വിസിറ്റ് ചെയ്ത് നോക്കാം. ലബോറട്ടറി, ഡെമോൺസ്ട്രേഷൻ, ട്യൂട്ടോറിയൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രോജക്റ്റ്. അപ്പോൾ നമുക്കിതിലിപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂം അത് ഓൺലൈൻ ട്യൂട്ടോറിയൽസ്, അതോടൊപ്പം തന്നെ ട്യൂഷൻ, അതൊക്കെ ട്യൂട്ടോറിയൽസിൽ വരുന്നതാണ്. അതെന്ന് ഓൺഗോയിങ് ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ സി എന്തായാലും നമ്മുടെ ഷുവറായിട്ട് നമ്മുടെ ആൻസറിൽ വരും. അപ്പോൾ സി ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷനിൽ സി വരുന്നുണ്ട്, സെക്കൻഡിൽ A, B ആണ് വരുന്നത്, സി ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ അത് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ B വരുന്നത്, സി വരുന്നുണ്ട്, 4ൽ DE ആണ്, സി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരാൻ പറ്റും ഫാസ്റ്റായിട്ട്. അപ്പോൾ സി വരാത്ത കേസിൽ വരാത്ത കേസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ രണ്ട് ഓപ്ഷൻ നമ്മുടെ എലിമിനേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് ബിയും ഡി ആണ് ടൈ ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബിയും ഡി ഏതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ആൻസർ ഏതാണ് ഫാസ്റ്റസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബിയും ഡിയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷനും ഡി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ബേസിക്കലി
ടീച്ചർ സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു ഡിസ്കഷനാണ്. അവിടെ ടീച്ചർക്കും അവിടെ റോളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഡയലോജിക് കമ്മ്യൂണിക്കേഷൻ, ഡയലോജിക് ടീച്ചിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിയും ഡിയും വരും. ബി എന്ന് പറയുന്ന ഡെമോൺസ്ട്രേഷൻ പിന്നെ അതോടൊപ്പം ലബോറട്ടറി പ്രൊജക്റ്റ്, ഇതെല്ലാം ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ് വരുന്നത്. അവിടെ ടീച്ചർക്ക് വലിയ റോളില്ല. ടീച്ചർ പാസീവ് ആണ്, സ്റ്റുഡൻസ് ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതും ക്യാൻസൽ, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ ടീച്ചർ നീഡ് നർച്ചർ ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് സബ്ജക്റ്റീവ് well-being leading to effective in motivating and inspiring students of school level education? Options: cognitive intelligence, emotional intelligence related, social intelligence related, spiritual intelligence related. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കോളേജ് ലെവൽ എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ടീച്ചർക്ക് വേണ്ട ഏത് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാം, കോഗ്നേറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണൽ ആയിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് സ്റ്റുഡൻസിന് ഇമോഷൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും പെർഫെക്റ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇമോഷൻസ് മനസ്സിലാക്കാതെ ജസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കോഗ്നേറ്റീവ് എന്ന് പറയുന്നത് മൈൻഡ് റിലേറ്റഡ് ആണ്, തിങ്കിങ്. സോഷ്യൽ എന്ന് പറയുന്നത് സൊസൈറ്റി, സ്പിരിച്വൽ എന്ന് പറയുന്നത് റിലീജിയസ് ബിലീഫ്സിന് റിലേറ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് കറക്റ്റ് ആൻസർ. അത് ഇമോഷണൽ മനസ്സിലാക്കിയാൽ മാത്രമേ സ്റ്റുഡൻസിനെ എഫക്റ്റ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് മാർക്ക്ഡ് ബൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻ ദർ ഇൻ്റർചേഞ്ചസ് വിൽ ബി മോസ്റ്റ് ഹെൽപ്ഫുൾ ഫോർ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ്? മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ലെവൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കീവേഡ് എന്ന് പറയുന്നത് ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. അത് ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ ഓഫ് ടീച്ചിങ് ആദ്യം മനസ്സിലാക്കാം അപ്പോൾ എന്താണെന്ന്. പിന്നെ അതോടൊപ്പം തന്നെ ഓപ്പൺ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് സ്പേസ് ആണ്. അവിടെ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ഒരു ഇൻട്രാക്ഷനും ഒരു ടാസ്ക് കൊടുക്കും, എന്നിട്ട് അത് പെർഫോം ചെയ്യണം. ടീച്ചേഴ്സ് ജസ്റ്റ് അവരെ ഗൈഡ് ചെയ്യുള്ളൂ, അതോടൊപ്പം തന്നെ സൂപ്പർവൈസ് ചെയ്യുള്ളൂ. സ്റ്റുഡൻസിന് തന്നെയാണ് അവിടെ ഫുൾ റോളുള്ളത്, ടീച്ചേഴ്സിന് അത്ര ആക്റ്റീവ് റോളല്ല. ഓക്കെ, അതാണ് ഓപ്പൺ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവർക്ക് സ്റ്റുഡൻസിൻ്റെ ഐഡിയാസ് അവിടെ എക്സ്പ്രസ് ചെയ്യാം, അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ഓപ്പൺ ക്ലാസ് റൂം. അപ്പോൾ ഇതിൻ്റെ ആ ഫ്രീഡമും ആ എക്സ്പ്രഷൻ എല്ലാം വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. An open classroom is a student-centered learning space that has a large group of students boasting a wide variety of skills with several educators supervising them. The students then work in their smaller group to achieve their assigned goal while their educators serves as facilitator. അതായത് സ്റ്റുഡൻസിന് ഗ്രൂപ്പ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു, ഒരു ടാസ്ക് കൊടുക്കുന്ന സ്റ്റുഡൻസ് അവരുടെ ഫ്രീഡത്തിലും അവരുടെ ഐഡിയാസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാം. ടീച്ചേഴ്സ് ജസ്റ്റ് അവർ സൂപ്പർവൈസ് ചെയ്യുന്നുള്ളൂ. ഇത് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അതായത് നമ്മൾ നോക്കാം, ടീച്ചർ ടീച്ച് സ്റ്റുഡൻസ് ആസ് 3 levels. They have to keep in mind about the developmental stages of learners so that the desired educational objective can be achieved. അതായത് ടീച്ചർ സ്റ്റുഡൻസിനെ ലേൺ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്, സ്റ്റുഡൻസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ, ആ കാറ്റഗറി. അതായത് കോളേജ് ലെവലിലുള്ള സ്റ്റുഡൻസിനെ സ്കൂൾ ലെവൽ ടീച്ചിങ് അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, അതാണ് പറയുന്നത്. അതായത് അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മനസ്സിലാക്കി അവരെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതും ഏത് രീതിയിലാണ് ടീച്ച് ചെയ്യേണ്ടതും നമുക്ക് ടീച്ചർക്ക് അത് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ മെയിൻലി 3 ലെവൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മെമ്മറി ലെവൽ പ്രൊവൈഡ് ചെയ്ത പേഴ്സൺ ഹെർബർട്ടാണ്. ഈ പേര് ഓർത്തിരിക്കുക, അതോടൊപ്പം ലെവലും മറക്കരുത്. മെമ്മറി ലെവൽ പ്രൊവൈഡ് ചെയ്ത പേഴ്സൺ ഹെർബർട്ടാണ്. അതെന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് ടീച്ചിങ് ആണ്. തോട്ട്ലെസ് ടീച്ചിങ് എന്ന് പറയുന്നത് അവിടെ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല, മെമ്മറിക്കാണ് ഇമ്പോർട്ടൻസ്. അത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് തരുന്നത്. തോട്ട്ലെസ് ടീച്ചിങ് തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് മെമ്മറിക്കാണ്. അത് ടീച്ചർ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ജസ്റ്റ് മെമ്മറിയിൽ സേവ് ചെയ്താൽ മതി. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്
ഡെവലപ്പ് ചെയ്ത പേഴ്സൺ എന്ന് പറയുന്നത്, ഡെവലപ്പ് അല്ല പ്രൊപ്പോസ് ചെയ്ത പേഴ്സൺ എന്ന് പറയുന്നത് മോറിസൺ ആണ്. തോട്ട്ഫുൾ ടീച്ചിങ് ആണ്. തോട്ട്ഫുൾ ടീച്ചിങ് എന്ന് പറയുന്നത് അവിടെ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, മെമ്മറിക്ക് ഇമ്പോർട്ടൻസ് അല്ല. പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും, അതോടൊപ്പം തന്നെ തിങ്ക് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ റിഫ്ലക്റ്റീവ് ലെവൽ, അത് തേർഡ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത ഹണ്ട് ആണ് അപ്പർ തോട്ട്ഫുൾ ലെവൽ ടീച്ചിങ്. അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലായിട്ടും കുറച്ചും കൂടി ഒരു വൺ ലെവൽ നെക്സ്റ്റ് ലെവലാണ് വരുന്നത്, അപ്പർ തോട്ട്ഫുൾ ലെവൽ. ഓക്കെ. അപ്പോൾ ഈ മെമ്മറി ഇത് 3 പ്രൊപ്പോസ് ചെയ്ത പേഴ്സൺ ആണ്. പിന്നെ മോറിസ് എൽബിഗി എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ടു റിഫ്ലക്ട് ലെവലിൻ്റെ ഓവർവ്യൂ തന്ന, അത് ആ ലെവൽ, അത് 3 ലെവലിൻ്റെ ഒരു ഓവർവ്യൂ തന്ന പേഴ്സൺ ആണ് മോറിസ് എൽബിഗി. ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കീവേഡ്സും. അപ്പോൾ ഫസ്റ്റ് ലെവൽ നമുക്ക് നോക്കാം, മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് തോട്ട്ലെസ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് മെമ്മറി. ടീച്ചിങ് അറ്റ് മെമ്മറി ലെവൽ ഈസ് ടു ബി ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലാണ് വരുന്നത്. ഇത് തോട്ട്ലെസ് ലെവലാണ്. തോട്ട്ലെസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ തിങ്കിങ് ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് മെമ്മറി അത് പറയുന്ന കാര്യം, ടീച്ചർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് മെമ്മറിയിൽ സേവ് ചെയ്യുന്നു. ഈ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ബേസിക്കലി വരുന്നത് സ്കൂൾ ലെവലിലാണ്. അവിടെയാണ് ഈ മെയിൻലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ. അതായത് സ്കൂൾ ലെവൽ എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡൻസിന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് അങ്ങനെ തന്നെ മെമ്മറിയിൽ സേവ് ചെയ്യുന്നു, എക്സാമിന് അവർ യൂസ് ചെയ്യുന്നു. ടീച്ചിങ് അറ്റ് മെമ്മറി ലെവൽ ഈസ് ടു ബി ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് വരുന്നതാണ്. സ്റ്റുഡൻസ് ഓൺലി ക്രാം ദ ഫാക്ട്, ഇൻഫോർമേഷൻ, ഫോർമുലാസ് ആൻഡ് ലോസ് ദാറ്റ് ആർ തോട്ട് ടു ദം. ഇതിൽ റെഡിങ് ഞാൻ കളർ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ കീവേഡ്സും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളും. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്ന സ്റ്റുഡൻസ് ഓൺലി ക്രാം ദ ഫാക്ട്, ഇൻഫോർമേഷൻ, ഫോർമുല. അതായത് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഫോർമുലാസും ഇൻഫോർമേഷൻസും സ്റ്റുഡൻസ് ജസ്റ്റ് ക്രാം ചെയ്ത്, ഇവിടെ നടക്കുന്നത് റൂട്ട് ലേണിംഗ് ആണ്. റൂട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ബൈ ഹാർട്ട് സ്റ്റഡി. ഓക്കെ. ആപ്ലിക്കേഷനും തിങ്കിങ് ഒന്നുമില്ല, ജസ്റ്റ് മെമ്മറിയിൽ സേവ് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. പിന്നെ യൂസ്ഫുൾ ഫോർ ചിൽഡ്രൻസ് ഓർ ലോവർ ക്ലാസ്സസ്. അത് തന്നെ മുമ്പ് പറഞ്ഞ പോലെ ലോവർ ക്ലാസ്സസ്, സ്കൂൾ ലെവൽസിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. കീവേഡ്സ് എന്ന് പറയുന്നത് എക്സാമിന് ഓർത്തിരിക്കുന്ന കീവേഡ്സ് ആണ്. അതായത് മെമ്മറി ലെവലിൻ്റെ കീവേഡ്സ് ആണ്. റീകോളിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻസ്, റൂട്ട് ലേണിംഗ്, ക്രാമിംഗ്, ഇങ്ങനത്തെ കീവേഡ്സ് വന്നതിനാണ് നമുക്ക് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് വരേണ്ടത്. ഇനി അടുത്തത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ടീച്ചിങ് അറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഈസ് ഓഫ് എ ഹയർ ക്വാളിറ്റി ദാൻ ദ വൺ അറ്റ് ദ മെമ്മറി ലെവൽ. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ആൻഡ് തോട്ട്ഫുൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മെൻ്റൽ വെൽ. ടീച്ചിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ഹയർ, അത് മെമ്മറി ലെവലിനെക്കാട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ കുറച്ചും ഹയർ ക്വാളിറ്റിയാണ്. അത് നമുക്ക് മനസ്സിലായി, തോട്ട്ഫുൾ ആണ്. മറ്റേത് തോട്ട്ലെസ് ആണ്, ഇത് തോട്ട്ഫുൾ ആണ്. തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അവിടെ വന്നു. ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ സ്റ്റുഡൻറ്റ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൾസ് ആൻഡ് ദ ഫാക്ട്സ് ആൻഡ് ടീച്ച് ദം ഹൗ ദീസ് പ്രിൻസിപ്പൾ ക്യാൻ ബി അപ്ലൈഡ്. ടീച്ചർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാത്രമല്ല, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ. നോ ക്രാമിങ് ഈസ് എൻകറേജ്. ഇവിടെ ക്രാമിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല, അപ്ലിക്കേഷനും റിലേഷൻഷിപ്പും ഒക്കെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൻ്റെ കീവേഡ് ഓർത്തിരിക്കുക, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ റിലേഷൻഷിപ്പ്. അത് എക്സാമിൽ എവിടെ റിലേഷൻഷിപ്പ് വന്നോ അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. പ്രിൻസിപ്പൾസ് അപ്ലൈഡ്, തോട്ട്ഫുൾ. അപ്പോൾ കീവേഡ്സ് ഒക്കെ ഓർത്തിരിക്കാം. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് തോട്ട്ഫുൾ മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്നതാണ് മോസ്റ്റ് തോട്ട്ഫുൾ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ കോളേജ് ലെവലാണ് കേട്ടോ. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ഒക്കെ റിഫ്ലക്റ്റീവ് ലെവലാണ്. കാരണം അവിടെ മോസ്റ്റ് തോട്ട്ഫുൾ ആണ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് എന്ന് പറയുന്നത് അവിടെ സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ്, ടീച്ചേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ടീച്ചർ ജസ്റ്റ് ഗൈഡ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ പി എച്ച് ഡിയിൽ നമുക്കറിയാം, പി എച്ച് ഡിയിൽ ഗൈഡിന് വലിയ റോളൊന്നുമില്ല, സ്റ്റുഡൻസ് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യണം, സക്സസ് ചെയ്യണം. അപ്പോൾ അത് തന്നെയാണ് സ്റ്റുഡൻറ്റ് സെൻറ്റർ അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ്. അത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വരുന്നത് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ്. ഓക്കെ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് സ്കൂൾ ലെവലിലാണ് വരുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കോളേജ് ലെവലിലാണ് വരുന്നത്. റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത് PhD അപ്പർ തോട്ട്ഫുൾ ആ കാര്യത്തിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്. അത് പറയാൻ കാരണം ഓപ്പൺ ക്ലാസ് റൂം പറഞ്ഞതുകൊണ്ടാണ്. അത് കീവേഡ് ഓപ്പൺ ക്ലാസ് റൂം. അത് ക്ലോസ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് അവിടെ ഐഡിയാസ് അതൊക്കെ സ്കൂൾ ലെവലിലാണ് വരുന്നത്. ഓപ്പൺ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഐഡിയാസൊക്കെ ഫ്രീലി എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A teacher in a particular college assigns percentile ranks to indicate his or her student performance in the unit test conducted. What type of assessment procedure will be called? Criterion reference, norm reference, formative, summative. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടീച്ചർ ഒരു എക്സാം നടത്തുകയാണ്. എക്സാം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏത് ടൈപ്പ് അസസ്മെൻറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോം റെഫറൻസ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നോം റെഫറൻസ് ആണ്. നോം റെഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ദാറ്റ് അലൗസ് ടീച്ചേഴ്സ് ടു കമ്പയർ എ സ്റ്റുഡൻസ് റിസൾട്ട് ടു സമ്മൺ എൽസ് ഇൻ ദർ പിയർ ഗ്രൂപ്പ്. നോം റെഫറൻസ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടീച്ചർക്ക് പിയർ ഗ്രൂപ്പ്, അതായത് സ്റ്റുഡൻസിൻ്റെ പിയർ ഗ്രൂപ്പിൽ ഏത് സ്റ്റുഡൻ്റാണ് ബെറ്റർ പെർഫോം ചെയ്യുന്നത്, വീക്ക് പെർഫോം ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നോം റെഫറൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നമ്മൾ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തുന്നത് ഏത് സ്റ്റുഡൻ്റാണ് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ടീച്ചറിൻ്റെ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് അവിടെ നടത്തുന്നത്. അതൊരു കമ്പയർ ചെയ്യുക, അതായത് കമ്പാരിസൺ ആണ് ഇവിടെ നടക്കുന്നത്. അത് പിയർ ഗ്രൂപ്പുകൾ തമ്മിൽ, സ്റ്റുഡൻസിൻ്റെ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ആരാണ് ബെറ്റർ ആരാണ് വീക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോം റെഫറൻസ്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ പെർട്ടിക്കുലർ കോളേജ് അസൈൻഡ് പെർട്ടിക്കുലർ ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇൻ ദ യൂണിറ്റ് ടെസ്റ്റ്. സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോം റെഫറൻസ് ആണ് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റ് എന്താണ്? ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റ് ആൻഡ് അസസ്മെൻറ്റ് ആർ ഡിസൈൻ ടു മെഷർ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് എ ഫിക്സ് സെറ്റ് ഓഫ് പ്രീഡിഫൈൻഡ് ക്രൈറ്റീരിയ. ഒരു പ്രീഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, ലേണിംഗ് സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നമുക്ക് കോളേജ് ലെവലിൽ കോളേജ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ +2 പാസ്സാവണം. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ തന്നെയാണ്. +2 പാസ്സാവാതെ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അതോടൊപ്പം തന്നെ വേറൊരു നോം റെഫറൻസും ക്രൈറ്റീരിയൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ UGC നെറ്റ് എക്സാമിനെ നോക്കാം. നോം റെഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ UGC നെറ്റിൻ്റെ കട്ട് ഓഫ് വരുന്നത് ടോപ്പ് 6% സ്റ്റുഡൻസിൻ്റെ കമ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ക്രൈറ്റീരിയ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം അപ്ലൈ ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരു 55% എബോവ് വേണം. അതൊരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ടു മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ടു പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ടർ ടു ഇംപ്രൂവ് ദ ടീച്ചിങ് ആൻഡ് ബൈ സ്റ്റുഡൻറ്റ് ടു ഇംപ്രൂവ് ദർ ലേണിംഗ്. മോർ സ്പെസിഫിക്കലി ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഹെൽപ്പ് സ്റ്റുഡൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ടാർഗറ്റ് ഏരിയ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂമിൽ എന്ന് പറയുന്നത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടീച്ചർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ചോദിച്ച സ്റ്റുഡൻറ്റിന് എത്രത്തോളം മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് വരുന്നതാണ്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റിനും മനസ്സിലാവും എനിക്ക് എത്രത്തോളം മനസ്സിലായി എന്ന്. അപ്പോൾ അത് രണ്ട് ടീച്ചർക്കും ഒരു ഇവാലുവേഷൻ കിട്ടും, സ്റ്റുഡൻറ്റിനും ഒരു സെൽഫ് ഇവാലുവേഷൻ കിട്ടും. ഓക്കെ, അതാണ് ഓൺഗോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കീവേഡ്. ഓക്കെ, കീവേഡ്സ്, അതായത് എക്സാമ്പിൾ കീവേഡ്സിന് മേലെയാണ് ഫുള്ള് കളി വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അടുത്തെന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ടു ഇവാലുവേറ്റ് ഹൗ മച്ച് സമ്മൺ ഹാസ് ലേൺ ത്രൂ ഔട്ട് ദ കോഴ്സ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം സെമിസ്റ്റർ എക്സാം. അതായത് നമ്മൾ 6 മാസം പഠിച്ചിട്ട് ഒരു സെമിസ്റ്റർ എക്സാം എഴുതൂലേ, അതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ആ ത്രൂ ഔട്ട് കോഴ്സ് നമ്മൾ എത്ര പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഗെറ്റ് ഫോക്കസ്ഡ് ഇൻ വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ്. ഇത് നമ്മൾ ആ ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ തന്നെ വരുന്നത്. അതിലെ കീവേഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, അതേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ട് ആൻഡ് കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, മെമ്മറി ലെവലാണ്. ഇതിൽ ഞാൻ ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ് ലെവൽ പറയാൻ വിട്ടുപോയി. അതെന്ന് പറയുന്നത് മെമ്മറി ലെവലിനെക്കാട്ടും കുറച്ച് മുന്നേ വരുന്നതാണ്. അതായത് നമുക്ക് ന്യൂ ബോൺ ബേബീസ്, അതോടൊപ്പം തന്നെ 1 to 4 or 5 years ഓൾഡ് വരുന്ന കുട്ടികൾ, അവരുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസാണ്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ, അവിടെ ടീച്ചർക്ക് വലിയ റോളില്ല, അവിടെ ടീച്ചേഴ്സായിട്ട് അവരുടെ പാരൻസ് ആണുള്ളത്. ആ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് ഓട്ടോണോമസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സ്കൂൾ ലെവൽ, റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത് അപ്പറാണ് വരുന്നത്, എക്സാമ്പിൾ PhD. ഇപ്പോൾ ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് വരുന്നത് മെമ്മറി ലെവലാണ്. മെമ്മറി ലെവൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7. A college teacher intend to find out as to what extent student involved in learning of boys and girls from rural urban areas is attribute to the socio-economic status of family from which they hail. What will be the designated as an independent variable in this research project? Options എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ലേണിംഗ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി, റൂറൽ അർബൻ ഏരിയാസ്, ജെൻഡർ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതായത് ഒരു ടീച്ചർ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, റിസർച്ച് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ടീച്ചർ ഫൈൻഡ് ചെയ്യുന്നത് റൂറൽ അർബൻ ഏരിയാസിലുള്ള സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇൻവോൾവ്മെൻ്റ് ആണ്. ഇതിനെ കമ്പയർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി. അവർ വരുന്ന ഫാമിലി, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം നോക്കിയിട്ട് ആ വരുന്ന സ്റ്റുഡൻസിൻ്റെ റൂറൽ അർബൻ ഏരിയാസ് അങ്ങനെ ആ
കാറ്റഗറിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇൻവോൾവ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ടത് വാട്ട് വിൽ ബി ദ ഡെസിഗ്നേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഈ റിസർച്ചിൽ ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമുക്ക് റിസർച്ചിൽ മെയിൻലി 2 വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി വേറെ വേരിയബിൾസ് ഉണ്ട്, കുറേ വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് കോസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദ കോസ്, ഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദ എഫക്റ്റ്. അതായത് ഒരു കോസ്, അതായത് ഒരു റീസൺ, അത് ആ കോസ് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ്, അതാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ അല്ലെങ്കിൽ റിസർച്ചിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ടീച്ചിങ്ങിൽ ഇൻവോൾവ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന കോസ് ആണെന്ന് പറഞ്ഞു. കോസ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതായിരിക്കും എന്ത്, റിസൾട്ട്. ഓക്കെ, റിസൾട്ട് അത് എഫക്റ്റ് ആണ്. ഇവിടെ എഫക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. ഇത് കമ്പയർ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് ഇവിടുത്തെ കോസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കൂടെ. അപ്പോൾ വാട്ട് വിൽ ഡെസിഗ്നേറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ആണ്. എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡിങ് ആണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ഫാമിലി ആയിരിക്കും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The view that teaching learning situation may be categorized to fall on continuum ranging from memory level to reflective level was advanced by Kurt Lewin, Stephen M. Curry, Maurice L. Bigger, B.F. Skinner. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആ ചാർട്ട് കണ്ട പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ റിഫ്ലക്റ്റീവ് ലെവൽ മുതൽ മെമ്മറി ലെവൽ മുതൽ റിഫ്ലക്റ്റീവ് ലെവൽ ആരാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആരാണ്, മോറിസ് എൽ ബിഗർ ആണെന്ന് പറഞ്ഞ പേഴ്സൺ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഓവർവ്യൂ ഫൈൻഡ് ചെയ്തത് മോറിസ് എൽ ബിഗർ ആണ്. ഓക്കെ, ഈ ബി എഫ് സ്കിന്നറും കേർട്ട് ലിവിനും ഒക്കെ വരുന്നത് ബിഹേവിയറലിസത്തിൽ വരുന്നതാണ്. സ്റ്റീഫൻ എം കുറി എന്ന് പറയുന്നത് ഇതിൽ വരുന്നതാണ്. സ്റ്റീഫൻ എം കുറി ആക്ഷൻ റിസർച്ചിൽ വരുന്നതാണ്, അത് റിസർച്ചിൽ വരുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ആരാണ് ഫൈൻഡ് ചെയ്തത്, അത് മോറിസ് എൽ ബിഗർ ആണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following assessment procedure is conducted during an in-progress teaching learning session? Summative, formative, norm reference, criteria. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ മുമ്പത്തെ ഇതിൽ ഞാൻ തന്നിട്ടുണ്ട്. പ്രൊസീജിയർ അത് ഓൺ ഗോയിങ്, ഇതിൻ്റെ കീവേഡ് കണ്ടില്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെൻറ്റ് ഡ്യൂറിങ് കണ്ടക്ടിങ് ഇൻ പ്രോഗ്രസ് ഡ്യൂറിങ് ഇൻ പ്രോഗ്രസ്, അതായത് ഡ്യൂറിങ് ഇൻ പ്രോഗ്രസ്, ടീച്ചിങ് ലേണിങ്ങിൽ ഡ്യൂറിങ് ഏത് സെഷനിലാണ് നടക്കുന്നതെന്നാണ്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഓൺ ഗോയിങ് സെഷൻസിൽ ഏത് അസസ്മെൻറ്റാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാ വരുന്നത്, ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആണ്. അതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇതേ സ്ഥലത്ത് ഓൺ ഗോയിങ് ചോദിക്കുകയാണെങ്കിൽ ഫോർമാറ്റീവ് തന്നെയാണ് വരുന്നത്. കറക്റ്റ് ആൻസർ എന്നാൽ ഫോർമാറ്റീവ് ആണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് കൺസേൺ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ്ങിൽ നമ്മൾ അങ്ങനെ വന്നതിന് നമ്മൾ കീവേഡ് ഓർക്കുക. ഏതാണ്, റിലേഷൻഷിപ്പ്, ആപ്ലിക്കേഷൻ, അതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ കൺസെപ്റ്റ് ക്ലിയർ ഉള്ള സ്റ്റുഡൻറ്റിന് അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. പ്രൊമോഷൻ ഓഫ് സ്കോപ്പ് ഫോർ സീക്കിംഗ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്. സെക്കൻഡ് എന്ന് പറയുന്നത് എൻകറേജിങ് റീകോൾ ആൻഡ് റെക്കഗ്നേഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഇൻഫോർമേഷൻ. തേർഡ് എന്ന് പറയുന്നത് റേസിംഗ് ഓഫ് പ്രോബ്ലം and seeing solution to problems so present, developing a sense of happiness and ownership in learning. അപ്പോൾ ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് പ്രൊമോഷൻ ഓഫ് സ്കോപ്പ് ഫോർ സ്പീക്കിംഗ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന ഫാക്ട്. അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യും, ഫാക്ട്സ് തമ്മിലും ഐഡിയ തമ്മിലും റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യും, എന്നിട്ട് അവരുടെ അപ്ലിക്കേഷൻ നമ്മൾ നോക്കും. ഇവിടെ ഇത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, റീകോളിംഗ് ആൻഡ് റെക്കഗ്നേഷൻ ഫാക്ട് എന്ന് പറയുന്ന മെമ്മറി ലെവലാണ് വരുന്നത്. റൈറ്റിംഗ് ഓഫ് പ്രോബ്ലം ആൻഡ് സീയിങ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം സോ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, പ്രോബ്ലം സൊല്യൂഷൻ ഒക്കെ വരുന്ന ഏതാണ്, റിഫ്ലക്റ്റീവ് ലെവലാണ്. ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഓണർ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇതും സംഹവ് റിഫ്ലക്റ്റീവ് തന്നെ വരുന്നത്. ഇതിന് വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട. നമ്മുടെ ഡയറക്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അസസ്മെൻറ്റ് കവർ ചെയ്തു, ലെവൽസ് ഓഫ് ടീച്ചിങ് അതും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസും പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ പറ്റിയിട്ട് ഒരു സ്മോൾ ഡിസ്കഷൻ നടത്തി. പിന്നെ നമ്മളെന്താ നടത്തിയത്, പിന്നെ ബേസിക്കായിട്ട് ഇങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ തരും. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.